ഭഗവാനെ, അവനെ താലി കെട്ടിയിട്ട് ഇന്നേക്ക് 1 മാസമാവുക. എന്നിട്ട് ഇതുവരെയും ആ താലി ഒന്ന് പുറത്ത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എന്തെന്ന് വെച്ചാ അമ്മയെ പോലുള്ളൊരു ജാതകം അവൾക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ. നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവളുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആരോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. കാരണോ എന്റെ അമ്മ ആഗ്രഹിക്കുന്ന പോലൊരു ജാതകം അവനിക്കില്ലാത്തത് കൊണ്ടാ. മൂക്കുത്തി ധരിക്കാനുള്ള ആ ഭാഗ്യം അവൾക്കില്ലാത്തത് കൊണ്ടാണോ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചത് കൊണ്ടാണോ എന്നെ ഇങ്ങനെ കഴിവ് കെട്ടവനാക്കിയത്? ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ പറ്റി ഒന്ന് പറയാൻ പോലുള്ള അവകാശവും അധികാരവും ഒന്നുമില്ലേ? അവനിയെ ഞാൻ ഇനിയും വിഷമിപ്പിക്കുന്നത് അത് ന്യായമല്ല ഭഗവാനെ. അവള് സഹിക്കുന്നത് കൊണ്ടും ക്ഷമിക്കുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നത് അത് ധർമ്മമേ അല്ല. ഞാൻ സത്യം പറയാൻ നോക്കുന്ന ഓരോ നിമിഷവും എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇത് വലിയൊരു തെറ്റാണ് സ്വാമി. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ബന്ധത്തെപ്പറ്റി പറയാനുള്ള ഒരു അവസരം എനിക്ക് താ ഭഗവാനെ, എനിക്ക് താ. എന്താ വേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നില്ലെന്നും രീതികൾ തമ്മിൽ ചേരുന്നില്ലെന്നും പറഞ്ഞ് നമ്മളെ ഒന്നിക്കാൻ അനുവദിക്കുന്നില്ല. അവര് തമ്മിൽ അകലാതിരിക്കാൻ വേണ്ടി നമ്മളെ വേർപ്പെടുത്തുകയാണ്. നമുക്കിവിടെ അങ്ങനെ ജീവിക്കാൻ കഴിയോ? കഴിയില്ല. എന്നുവെച്ച് വേദവതി അമ്മയെ ധിക്കരിച്ച് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരാരും നമ്മളോട് ക്ഷമിക്കില്ല. ജീവിതം മൊത്തം ചത്ത് ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ മരിക്കുന്നത് നല്ലത്. അതെ, വേദവതി അമ്മയെങ്കിലും നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കി നീതി നടപ്പാക്കുമെന്നാ ഞാൻ കരുതിയത്. അവരും നമ്മളോട് ദയവ് കാണിച്ചില്ല. അതുകൊണ്ട് ഇനി ജീവിക്കണ്ട. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വളരെ നല്ല തീരുമാനമാണ് അവിടുന്ന് പറഞ്ഞത്. വേദവതിയമ്മേ, വേദവതിയമ്മേ, വേദവതിയമ്മേ. നിങ്ങൾ എടുത്ത ഈ തീരുമാനത്തില് വലിയൊരു തെറ്റുണ്ട്. വേദവതി അമ്മയെടുത്ത തീർപ്പിൽ തെറ്റുണ്ടെന്നോ? തെറ്റിനെ തെറ്റെന്നല്ലാതെ വേറെ എന്താ പറയാ? ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു.
ഞങ്ങളുടെ ഇഷ്ടത്തെ കൊന്നുകളയരുത്. ഞാൻ പറയാത്തതുകൊണ്ട് ഇനി ആവനെയെല്ലാം പറഞ്ഞു കാണുമോ? ഒരാളില്ലാതെ മറ്റൊരാള് ജീവിക്കില്ല എന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് പരാതി ബോധ്യപ്പെടുത്തി രണ്ടുപേരെ വേർപെടുത്തിയത് എന്റെ കണ്ണില് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ആള് നീയാണ്. തലയിലേറ്റ് വെച്ചതല്ലേ, അതുകൊണ്ടാ അവിടെ തലയിൽ ഇപ്പൊ കൊമ്പ് വളർന്നത്. ആവനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു കാരണം ഉണ്ടായിരിക്കും. ആദ്യം കാരണം എന്താണെന്ന് പറയാ. വെറുതെ നാട്ടുകാരുടെ മുന്നിൽ എന്തെങ്കിലും വിളിച്ചു പറയരുത്. അമ്മേ, നേരം കുറെ ഞങ്ങളുടെ കുട്ടികളെ കാണുന്നില്ല അമ്മേ. നിങ്ങളെടുത്ത ഈ തീരുമാനത്തിന് 2 ജീവിതങ്ങളാ ബലിയാടായത്. അതെ, വേദവതി അമ്മയെങ്കിലും നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കി നീതി നടപ്പാക്കുമെന്നാ ഞാൻ കരുതിയത്. അവരും നമ്മളോട് ദയവ് കാണിച്ചില്ല, അതുകൊണ്ട് ഇനി ജീവിക്കണ്ട. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? നമുക്കെങ്ങനെ സംഭവിച്ചല്ലോ ദൈവമേ. അമ്മേ, അവരെന്തിനാ അങ്ങനെ ചെയ്തത്? അമ്മേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? ഒന്ന് പറയമ്മേ. കുട്ടികൾ മരിച്ചുപോയതില് നിങ്ങൾക്ക് എന്താ നഷ്ടം? അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ രീതികളും ആചാരങ്ങളും ഒക്കെ ജീവനോടെ തന്നെയില്ലേ? അവരില്ലെങ്കിൽ ഞങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കണ്ടേ മോളെ? എവിടെയുള്ളെന്ന് പറയുമോളെ. അവരുടെ ശവം നോക്കി നിങ്ങൾ കരഞ്ഞോണ്ടിരുന്ന അവര് തിരിച്ചു വരുമോ? ലത, മോളെ നീ എവിടെയായിരുന്നു? ഞങ്ങൾ പേടിച്ചു പോയി മോളെ. നീ എവിടെയായിരുന്നു? മോളല്ലേ, എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾ എന്ത് ചെയ്തേ? എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്? നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നീ ഇല്ലെങ്കിൽ പിന്നെ ഈ ആചാര വിശ്വാസമൊക്കെ എന്തിനാടാ? നിങ്ങളുടെ തീർപ്പിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തപ്പോ ഒരുമിച്ച് ചാവുന്നതാ നല്ലതെന്ന് കരുതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ സമയത്ത് ഞാനത് കണ്ടതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു.
അവര് രണ്ടുപേരും അവരുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയെങ്കിൽ അതിന്റെ കാരണം അമ്മയുടെ തീർപ്പാ. ഇവര് മരിച്ചിരുന്നെങ്കിൽ ഇവരമ്മയെ പഴിച്ചരിയനെ. അപ്പൊ ജനങ്ങൾക്ക് അമ്മ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവില്ല. അമ്മയുടെ തീരുമാനം ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും നല്ലതായിരിക്കണമെന്നായിരിക്കും അമ്മ കരുതിയത്. പക്ഷേ അത് കാരണം ഇങ്ങനെ ചില നഷ്ടങ്ങളും ഉണ്ടാവും. ആചാരങ്ങൾ പാലിക്കണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ചെറുക്കന് ജോലിയില്ല എന്ന് നിങ്ങളും, പെൺകുട്ടി അവരെക്കാളും വലിയ വീട്ടിലുള്ളതാണെന്ന് നിങ്ങളും ആലോചിച്ചത് തന്നെ തെറ്റാ. കേവലം ആകർഷണമായിരുന്നെങ്കിൽ അവരൊരിക്കലും മരിക്കാൻ നോക്കില്ലായിരുന്നു. എല്ലാ പ്രേമവും തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം. അമ്മമ്മ കേട്ടു നിൽക്കുന്നുണ്ടെന്ന് കരുതി നീ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം ഇപ്പോഴും നിനക്കില്ല. നീ ഇവിടെ വാ തുറക്കരുത്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആവനി നിങ്ങളുടെ തീർപ്പിനെ ധിക്കരിക്കുമ്പോ നിങ്ങളൊന്നും പറയാത്ത എന്താ അമ്മേ? തെറ്റ് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. ആവനി ആലോചിച്ച അത്രയും ആഴത്തില് എനിക്കത് ആലോചിക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾക്ക് നാട്ടു നടപ്പെന്ന പേരും വെച്ച് കുട്ടികളെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും അച്ഛനമ്മമാര് ചെയ്യുന്ന തെറ്റാ. അത് പാപമാണ്. എല്ലാവർക്കും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്ന എന്നെപ്പോലുള്ളവരും ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളുടെ ഗതി അറിയാതെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് സത്യത്തിൽ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ കാര്യത്തില് എന്റെ തീരുമാനം തെറ്റായിരുന്നു. ആവനി പറഞ്ഞതായിരുന്നു അതിന്റെ ശരി. ഞാൻ എടുത്ത തീരുമാനം മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞ് രണ്ടുപേരുടെയും വിവാഹം നടത്തി നല്ലത് ആശംസിച്ച് നല്ല ജീവിതം കൊടുക്ക. ശരിയമ്മേ. 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 എന്താ ഇത്? എഴുന്നേക്ക്.
അഭിനയിക്കുമ്പോൾ ജീവിക്കാൻ തോന്നുക. മറ്റൊരാളുടെ ജീവിതത്തില് എന്നും പുഞ്ചിരി ഉണ്ടാക്കണം. അപ്പോഴേ രണ്ടാളുടെയും ജീവിതത്തില് സന്തോഷവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. എന്താ ഹേയ്. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താ ഇത്? വിട്. ആരെങ്കിലും കണ്ട വല്ല പ്രശ്നവും? എന്താ ഏട്ടാ? എന്താ ഇന്നിപ്പോ ഇത്രമാത്രം സന്തോഷിക്കാൻ? നീ എനിക്ക് ഇൻഡയറക്റ്റായി എത്ര ഹെൽപ്പ് ചെയ്തെന്നറിയോ? ഒരുപാട് താങ്ക്സ് അവനി. ഞാൻ ഹെൽപ്പ് ചെയ്തെന്നോ? അതെ അവനി, നേരത്തെ ഉണ്ടല്ലോ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോ അമ്മ രണ്ടു പേർക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല. സോ ഞാൻ വലിയ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഇപ്പോ താൻ പറഞ്ഞ വാക്കുകള് അമ്മയെ ആകെ മാറ്റിയിട്ടുണ്ടാവും. സ്നേഹിക്കുന്ന രണ്ടുപേരെ താനായിട്ടാ ഒരുമിപ്പിച്ചത്. അപ്പോ ഇനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും അമ്മയോട് പറയേണ്ട രീതിയിൽ പറഞ്ഞ് അംഗീകരിക്കുമെന്നും എല്ലാവരും സമ്മതിക്കുമെന്നും എനിക്കിപ്പോ ഒരു ആശ്വാസമുണ്ട്. എനിക്കിപ്പോ ഒരു സൊല്യൂഷൻ കിട്ടി. എന്റെ ടെൻഷനില്ലേ, നല്ലൊരു സൊല്യൂഷനാ കിട്ടിയത്. ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാലും അമ്മ ചിലപ്പോ ഈ കാര്യത്തിലും ഇതേ തീരുമാനം തന്നെയാവും എടുക്ക. എനിക്ക് ആ വിശ്വാസം ഉണ്ട് അവനി. ഇപ്പൊ തന്നെ ഞാൻ പോയി എല്ലാം പറയാം. ഭഗവാനുള്ള ഈ സ്ഥലത്ത് സത്യങ്ങളൊക്കെ പറയാം. ഞാൻ പറയാം, വരൂ, വാ. അവലക്ഷണം പിടിച്ചവന്റെ കയ്യിൽ നേർച്ചക്കോഴിയെ കൊടുത്താ മറിഞ്ഞിരുന്നിട്ട് പൊരിച്ചു കഴിക്കുമെന്നാ. ആ ആവനിയുടെ കാര്യം അങ്ങനെ തന്നെയാ. നിങ്ങളാണെങ്കി അതുപോലൊന്നിന്റെ വാക്കും കേട്ടിട്ട് ഒറ്റയടിക്ക് നിങ്ങളുടെ തീരുമാനം അങ്ങ് മാറ്റി. അവന് പറഞ്ഞത് നല്ലതാണെന്ന് തോന്നിയോണ്ടാ വേദവതി അവളുടെ മനസ്സ് മാറ്റിയത്. അതിലെന്ത് തെറ്റാ ഉള്ളേ? നിങ്ങൾ പറഞ്ഞതിലൊരു ലോജിക് ഉണ്ടച്ചാ. കുറച്ചു നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ ബേസ് ചെയ്ത് തന്നെ സംസാരിക്കാം. അവരിവിടെ ചടങ്ങുകള് സമ്പ്രദായങ്ങള് എന്നൊക്കെ സംസാരിച്ചപ്പോ അതിനേക്കാളൊക്കെ സ്നേഹമാണ് വലുതെന്നൊരു തീരുമാനം എടുത്തു. പുറത്തുള്ളവരുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കാര്യത്തിലും ഇതേ വാക്ക് പാലിക്കോ? ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം നേരെ അങ്ങ് ചോദിക്കില്ല അവനിയ. പുറത്തുനിന്ന് ഒരാൾ ചെയ്ത കാര്യം ശ്രീകർ ചെയ്ത അമ്മ അത് സഹിക്കോ? അമ്മേ, നല്ല പോയിന്റ് ആണല്ലോ അത്. നാളെ എപ്പോഴെങ്കിലും കുഞ്ഞളിയൻ ഏതെങ്കിലും ഒരു പെണ്ണിന് കയ്യും പിടിച്ച് നിങ്ങളുടെ കൺമുന്നിൽ വന്ന് നിന്നാ, അമ്മേ അച്ഛ എനിക്ക് ഈ പെൺകുട്ടീനെ ഇഷ്ടമാണ്, ഈ പെൺകുട്ടീനെ മാത്രം ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? പ്രേമിച്ച് കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു മര്യാദ. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിയെ കല്യാണവും കഴിച്ച് ഡയറക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കരുതിക്കോ അമ്മേ, അപ്പോ എന്തായിരിക്കും ചെയ്യാ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഈ വിഷയം ഇവിടെ വിട്ടേക്കാം. ഉത്തരം മുട്ടിയവര് മാത്രമേ നിങ്ങളെപ്പോലെ ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുള്ളൂ അച്ഛാ. എന്റെ മകൻ അത് ചെയ്യില്ല. ചെയ്യില്ലെന്ന്
കിട്ടുമെന്ന് ഗ്യാരണ്ടി എന്താ അമ്മേ? രാധാകൃഷ്ണൻ ലാവണ്യെ കൊണ്ടുവന്നില്ലേ? പിതാവിന്റെയും മാതാവിന്റെയും വാക്കുകള് അനുസരിക്കാത്തവര് സന്താനങ്ങളിൽ ഒരാള് മാത്രമേ ഉണ്ടാവൂ. എന്റെ ശ്രീകർ അത് ചെയ്യില്ല.